മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിൽ രാഹുൽ മാങ്കുട്ടത്തിൽ MLA അഴിക്കുള്ളിൽ. പത്തനംതിട്ട ജില്ലാ മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്ക് രാഹുലിനെ റിമാൻഡ് ചെയ്തു. രാഹുൽ മാങ്കുട്ടത്തിലിനെ മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിൽ എത്തിച്ചു. 26/2026 നമ്പർ തടവുകാരനാണ് രാഹുൽ. രാഹുൽ മാങ്കുട്ടത്തിലിന്റെ ലൈംഗിക ക്രൂരതയുടെയും ഭീഷണിയുടെയും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് FIR-ലും റിമാൻഡ് റിപ്പോർട്ടിലുമുള്ളത്. രാഹുൽ മാങ്കുട്ടത്തിലിന്റെ രക്തസാമ്പിളുകൾ DNA പരിശോധനയ്ക്കായി ശേഖരിച്ചു. രാത്രി 12:30യോടെ പാലക്കാട് നിന്ന് രാഹുലിനെ കസ്റ്റഡിയിലെടുത്ത പോലീസ് രാവിലെ പത്തനംതിട്ട AR ക്യാമ്പിലെത്തിച്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. 6 മണിക്കൂറോളമാണ് രാഹുലിനെ പോലീസ് ചോദ്യം ചെയ്തത്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഷിജോ കുര്യൻ, ഒപ്പം ആയിഷത്തുൽ ഷംന കൂടി ചേരുന്നു. ആദ്യം ഷിജോ കുര്യനിലേക്ക്. ഷിജോ, നാടകീയമായ സംഭവവികാസങ്ങളാണ് കഴിഞ്ഞ അർദ്ധരാത്രി മുതൽ കേരളത്തിൽ നടന്നതെന്ന് പറയാം. പാലക്കാട്, പത്തനംതിട്ട ജില്ലകളിലായി നടത്തിയ ഒരു രഹസ്യ നീക്കത്തിലൂടെയാണ് പോലീസ് രാഹുൽ മാങ്കുട്ടത്തിൽ MLA ആദ്യം കസ്റ്റഡിയിലെടുക്കുന്നത്. പിന്നീട് ചോദ്യം ചെയ്യൽ, ഇപ്പോൾ ജയിലിലായിരിക്കുന്നു. എന്തൊക്കെ വിവരങ്ങളാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിലടക്കം ഇപ്പോൾ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്? പ്രജിൻ, ഇന്നലെ രാത്രി 12:30 മുതൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലേക്ക് കൊണ്ടുപോയ വരെയുള്ള സമയത്ത് നടന്ന ഓരോ സംഭവ വികാസങ്ങളും അങ്ങേയറ്റം നാടകീയമായിരുന്നു. പാലക്കാട് KPM ഹോട്ടലിൽ നിന്ന് രാത്രി 12:00 SITയുടെ പ്രത്യേക സംഘം അവിടെ എത്തുന്നു. അവിടെ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കസ്റ്റഡിയിലെടുത്ത് പുലർച്ചെ 5 മണിയോടുകൂടി പത്തനംതിട്ടയിലെ AR ക്യാമ്പിലേക്ക് കൊണ്ടുവരുന്നു. AR ക്യാമ്പിൽ രാവിലെ 5 മണി മുതൽ ഏതാണ്ട് 11 മണി വരെ നീളുന്ന ചോദ്യം ചെയ്യൽ, IG G പൂങ്കഴിയുടെ നേതൃത്വത്തിൽ വളരെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ. ഈ ചോദ്യം ചെയ്യലിൽ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം മാത്രമാണ് നടന്നതെന്നും ബാക്കിയെല്ലാം പൂർണ്ണമായിട്ട് നിഷേധിക്കുകയും ചെയ്യുന്ന രാഹുൽ തന്റെ കാര്യങ്ങളെല്ലാം അഭിഭാഷകൻ കോടതിയിൽ പറയുമെന്നുള്ള മറുപടി പറഞ്ഞുകൊണ്ട് 6 മണിക്കൂറും അന്വേഷണ സംഘത്തോട് ചോദ്യങ്ങളോട് പൂർണ്ണമായിട്ട് നിസ്സഹകരണം ഉണ്ടാക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. എന്തായാലും അന്വേഷണ സംഘം കൃത്യമായിട്ട് FIR ഇടുന്നു. FIR ഏതൊക്കെ കാര്യങ്ങൾ രേഖപ്പെടുത്തണമോ അതെല്ലാം രേഖപ്പെടുത്തുന്നു. റിമാൻഡ് റിപ്പോർട്ടിലും ഒരു കാര്യങ്ങൾ പോലും വിടാതെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ എല്ലാ ചെയ്തികളും വളരെ കൃത്യമായിട്ട് അക്കമിട്ട് റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതി വെക്കുന്നു. അത് മജിസ്ട്രേറ്റിന് മുമ്പാകെ കൊണ്ടുപോകുന്നു. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി മജിസ്ട്രേറ്റിന്റെ വസതിയിൽ കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഹാജരാക്കിയത്. പത്തനംതിട്ട ജില്ലാ മജിസ്ട്രേറ്റ് 2 കോടതി മജിസ്ട്രേറ്റ് ആയിട്ടുള്ള അഞ്ജലി ദേവിക്ക് മുമ്പാകെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഹാജരാക്കിയത്. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. 2026-ലെ 26 നമ്പർ തടവുകാരനായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലുണ്ട്. എന്തായാലും ഇതിനകത്ത് പറയുന്ന റിമാൻഡ് റിപ്പോർട്ടിലും FIR-ലും പറയുന്ന കാര്യങ്ങൾ അങ്ങേയറ്റം ഗുരുതര സ്വഭാവമുള്ള കാര്യങ്ങളാണ്. നമുക്ക് ആദ്യം റിമാൻഡ് റിപ്പോർട്ടിലെ 12 കാര്യങ്ങളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ, ഒരു ജനകീയനായ ഒരു നിയമസഭാ സാമാജികനായിട്ടുള്ള ജനപ്രതിനിധി, അയാൾ വലിയ തരത്തിലുള്ള സ്വാധീനമുള്ളയാളാണ്. അയാളാണ് ഈ കുറ്റകൃത്യം നടത്തിയത്. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങിയാൽ സമാനമായ കുറ്റകൃത്യങ്ങൾ ചെയ്യാനിടയുണ്ട്. അതിജീവിതമാരെ സ്വാധീനിച്ച് അവരെ ഭീഷണിപ്പെടുത്തി അവരുടെ ജീവഹാനി ഉണ്ടാകുന്ന തരത്തിലേക്ക് ഇടപെടാനുള്ള ശ്രമങ്ങൾ നടത്താൻ കെൽപ്പുള്ള ആളാണ്. അതുമാത്രവുമല്ല, അതിജീവിതമാരെ വീണ്ടും ഇത്തരത്തിൽ കഴിഞ്ഞ 1ാമത്തെ പരാതി വരുന്നു, 2ാമത്തെ പരാതി വരുന്നു, 3ാമത്തെ പരാതി വരുന്നു. ഈ 3 പരാതികളിലും ഒരേ പാറ്റേണിലുള്ള കുറ്റകൃത്യം നടന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ വീണ്ടും കുറ്റകൃത്യം ആവർത്തിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് റിമാൻഡ് റിപ്പോർട്ട് പറഞ്ഞു വെക്കുന്നു. അതോടൊപ്പം തന്നെ രാഹുലിന്റെ മൊബൈൽ ഫോൺ അടക്കം ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയമാക്കണം. മൊബൈൽ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണം. പലതരത്തിലുള്ള ഇടപാടുകൾ രാഹുൽ നടത്തിയിട്ടുണ്ട്. അതെല്ലാം ഈ ഫോണിൽ നിന്ന് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഡിജിറ്റൽ ഡിവൈസുകൾ ഉപയോഗിക്കുന്ന ആൾ കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ അതിലെല്ലാം കണ്ടെത്തി അതിന്റെ വിവരങ്ങൾ ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇയാളെ കസ്റ്റഡിയിൽ വേണമെന്നുള്ള കാര്യങ്ങൾ കൂടി SIT ആവശ്യപ്പെടുന്നുണ്ട്. നിലവിൽ എന്തായാലും SIT ഇന്ന് മജിസ്ട്രേറ്റിന് മുമ്പാകെ കസ്റ്റഡി അപേക്ഷ കൊടുത്തിട്ടില്ല. നാളെ ഒരുപക്ഷേ തിരുവല്ല മജിസ്ട്രേറ്റിന് മുമ്പാകെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് SIT കസ്റ്റഡി അപേക്ഷ കൊടുക്കും. കാരണം ഇന്ന് സാധാരണ നിലയിൽ ഇത് തിരുവല്ല മജിസ്ട്രേറ്റിന് മുമ്പാകെ നടത്തേണ്ട നിയമ വ്യവഹാരങ്ങളാണ്. പക്ഷേ തിരുവല്ല മജിസ്ട്രേറ്റ് ഇന്ന് അവധിയായതിനാൽ അല്ലെങ്കിൽ ഇന്ന് ഇല്ലാത്തതിനാലാണ് പത്തനംതിട്ട മജിസ്ട്രേറ്റിന് മുമ്പാകെ രാഹുലുമായി ബന്ധപ്പെട്ടുള്ള നിയമ വ്യവഹാരങ്ങൾ നടത്തിയത്. നാളെ തിരുവല്ല മജിസ്ട്രേറ്റിന് മുമ്പാകെ കസ്റ്റഡി അപേക്ഷ നൽകുമെന്നാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന സൂചന. ഇതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അങ്ങേയറ്റം ഗുരുതരമായ കണ്ടെത്തലുകളുണ്ട്. അതിനുമപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ പറയുന്ന ശാസ്തമംഗലം അജിത്തായാലും ശങ്കറായാലും അതുപോലെ തന്നെ അഭിലാഷ് ആയാലും ഇവരെല്ലാം ഒരുപക്ഷെ നാളെ രാഹുലിന് വേണ്ടിയിട്ട് ജാമ്യാപേക്ഷ തിരുവല്ല മജിസ്ട്രേറ്റിന് മുമ്പാകെ കൊടുക്കുകയും ചെയ്യും. ഏറ്റവും ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുണ്ട്. രാഹുലിന് ഒരു തരത്തിലും പുറത്തു പോകാൻ കഴിയാത്ത തരത്തിലുള്ള നിർണായകമായിട്ടുള്ള വിവരങ്ങൾ SIT ഈ പറയുന്ന റിമാൻഡ് റിപ്പോർട്ടിലും FIR-ലും എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ് രാഹുലിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികൾക്ക് വേണ്ടിയിട്ട് രാഹുൽ കുറേയധികം പുറകെ നടക്കേണ്ടി വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. 2024 ഏപ്രിൽ മാസം 8-ാം തീയതി തിരുവല്ലയിലുള്ള ഒരു ഹോട്ടലിൽ വെച്ചാണ് ഈ യുവതി പീഡനത്തിന് വിധേയമായത്. ഈ യുവതി രാഹുലിനെ പരിചയപ്പെടുന്ന കാര്യം അതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. സമൂഹ മാധ്യമങ്ങളുടെ ആണെന്നാണ് പ്രചരണമായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അത് അങ്ങനെയല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ കോട്ടയം സ്വദേശിനിയായിട്ടുള്ള ഇപ്പോൾ കാനഡയിൽ സെറ്റിൽ ആയിട്ടുള്ള ഒരു പെൺകുട്ടി
പെൺകുട്ടിയെ ഫോണിലൂടെയാണ് പരിചയപ്പെടുന്നത്. ഈ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോൺ നമ്പർ തന്റെ ഫോണിൽ സേവ് ചെയ്യുന്നു. അത് ഒരു സുഹൃത്തിൽ നിന്ന് കിട്ടിയ ഫോൺ നമ്പറാണ്. അപ്പോൾ തന്റെ കുടുംബത്തിനൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറിയാം. അപ്പോൾ അങ്ങനെ അത്തരത്തിൽ രാഹുലിന് യാദൃച്ഛികവശാൽ അബദ്ധത്തിൽ മറ്റൊരു രാഹുലിന് അയക്കുന്ന മെസ്സേജ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് പോകുന്നു. ഉടനടി ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഈ പെൺകുട്ടിയാണ് തിരിച്ചറിഞ്ഞതിന് പിന്നാലെ രാഹുൽ നിരന്തരം മെസ്സേജ് അയച്ചുകൊണ്ട് ഈ പെൺകുട്ടിയുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുകയാണ് ചെയ്തത്. അതോടൊപ്പം ഈ പെൺകുട്ടിയുടെ കുടുംബജീവിതത്തിൽ മറ്റു ചില പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി അവിടെ ഒരു രക്ഷകനായിട്ട് അവതരിച്ചുകൊണ്ട് ഈ പെൺകുട്ടിയുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചുകൊണ്ട് അവിടെ ആ പെൺകുട്ടിയെ ദുരുപയോഗപ്പെടുത്തുകയാണ് ചെയ്തത്. ആ പെൺകുട്ടിയെ കാര്യങ്ങളെല്ലാമാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിക്രൂരമായ ബലാത്സംഗം നടന്നു എന്നാണ് ഇപ്പോൾ SITയുടെ കണ്ടെത്തൽ. അത് നിലനിൽക്കുന്ന സാധൂകരിക്കുന്ന തെളിവുകൾ ഇതിനോടകം ലഭിച്ചിട്ടുണ്ട് എന്നുകൂടി ഈ റിമാൻഡ് റിപ്പോർട്ടിൽ അടക്കം പറയുന്നുണ്ട്. ഇപ്പോൾ ജയിലിലാണ്. 14 ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അതീവ നാടകീയമായിരുന്നു ഈ അറസ്റ്റ് നീക്കങ്ങളും കസ്റ്റഡിയും ഒക്കെ. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇനി ഷംന നൽകുക പാലക്കാട് നിന്നും. ഷംന, അർദ്ധരാത്രി നടത്തിയൊരു ഓപ്പറേഷനാണ്. ഒരു 8-അംഗ സംഘത്തിന് മാത്രം അറിയാമായിരുന്ന കേസ്. അതിന്റെ കഴിഞ്ഞ നാളുവഴികളിലൊക്കെ തന്നെ വളരെ കൃത്യമായ നിരീക്ഷണം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് നടത്തുകയായിരുന്നു ഈ ടീം എന്നാണ് അറിയാൻ കഴിയുന്നത്. മഫ്റ്റിയിലെത്തിയ സംഘത്തിൽ ഉണ്ടായിരുന്ന പോലീസുകാർ തന്നെയാണ് പിന്നീട് ഈ KPM ഹോട്ടലിലേക്ക് കയറിയതും അറസ്റ്റ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. എന്തായിരുന്നു, ഏത് രീതിയിലായിരുന്നു ആ ടീമിന്റെ പ്ലാൻ ഓപ്പറേഷൻ? പ്രസിഡന്റ്, സമീപകാലത്ത് രാഷ്ട്രീയ കേരളം കണ്ടിട്ടില്ലാത്ത തരത്തിൽ അതീവ രഹസ്യമായി നാടകീയമായി തന്നെയായിരുന്നു ഇന്നലെ രാത്രിയോടുകൂടി ഈ രാഹുലിന്റെ കസ്റ്റഡി ഉണ്ടാകുന്നത്. രാത്രി ഈ പരാതി ലഭിച്ച ഘട്ടത്തിലൊക്കെ രാഹുലിനെ ഈ മഫ്തിയിലെത്തിയ പോലീസ് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. പാലക്കാടെത്തി ഈ KPMന് ചുറ്റും ഈ മഫ്തിയിലെത്തിയ പോലീസ് രാഹുലിനെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു നിരന്തരം. പിന്നീട് ഇന്നലെ രാത്രി ഈ അന്വേഷണ സംഘം ഇവിടെ എത്തുന്നു. രാഹുലിന്റെ കൂടെ 12-10 വരെ ഈ രാഹുലിന്റെ സഹായിയും ഡ്രൈവറും ഒക്കെ ഉണ്ട്. അവർ പോയി എന്ന് ഉറപ്പാക്കിയതിന് ശേഷം ഈ അന്വേഷണ സംഘം KPM ഹോട്ടലിലേക്ക് കയറുന്നു. ഒപ്പം തന്നെ ഈ ഹോട്ടൽ ജീവനക്കാരുടെ ഫോണുകൾ അന്വേഷണ സംഘം വാങ്ങിച്ചു വെക്കുന്നു. അതിനുശേഷമാണ് പിന്നീട് രാഹുലിന്റെ KPMലെ 2002 മുറിയിലെത്തുന്നത്. 12:15 2002 മുറിയിലെത്തുന്നു. അന്വേഷണവുമായി സഹകരിക്കണം, താങ്കൾക്കെതിരെ പുതിയൊരു പരാതി ലഭിച്ചിട്ടുണ്ട് എന്ന് ആദ്യം ഈ അന്വേഷണ സംഘം പറയുന്നു. ആദ്യം മുറിയിൽ തട്ടുമ്പോഴൊന്നും രാഹുൽ വാതിൽ തുറക്കുന്നില്ല. അതിനുശേഷമാണ് പിന്നീട് കസ്റ്റഡിയിൽ എടുക്കാനാണ് വന്നത്. തനിക്കെതിരെ പുതിയ പരാതികൾ ഉണ്ടെന്ന് അന്വേഷണ സംഘം പറയുന്നു. അതിനുശേഷം രാഹുൽ വാതിൽ തുറന്നെങ്കിലും ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘത്തോട് സഹകരിക്കാത്ത ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. 2 വാഹനങ്ങളിലായി എത്തിയ 8 പേരാണ് ഈ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ തന്നെ പാലക്കാട് സൗത്ത് സ്റ്റേഷനിലെ CI ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു. പക്ഷേ ഇവർക്കൊന്നും യാതൊരു വിധത്തിലുള്ള വിവരവും ഉണ്ടായിരുന്നില്ല. അതായത് ഈ പ്രത്യേക അന്വേഷണ സംഘം മാത്രമാണ് വളരെ പ്ലാൻഡായി വളരെ രഹസ്യമായി ഇവിടെ എത്തിയത്. അതിനുശേഷം മറ്റേതോ കേസിലെ ഏതോ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ വരുന്നു എന്ന മട്ടിലാണ് ഈ പാലക്കാടിലെ പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് പിന്നീട് KPMൽ എത്തുന്ന ഘട്ടത്തിൽ മാത്രമാണ് പാലക്കാടിലെ ഉദ്യോഗസ്ഥർക്ക് ഇത് രാഹുലാണ് ഈ ഇങ്ങനെ ഒരു പുതിയ പരാതി ഉണ്ട് എന്നതടക്കമുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. അത്രമാത്രം രഹസ്യമായിട്ടായിരുന്നു ഈ നീക്കങ്ങൾ ഉണ്ടായിരുന്നത് SITയുടെ ഭാഗത്തു നിന്നും. എന്തായാലും ഈ 12:15 കൂടി രാഹുലിന്റെ മുറിയിലെത്തിയ അന്വേഷണ സംഘം പിന്നീട് രാഹുലിനോട് വിശദമായി തന്നെ പറയുന്നു, താങ്കൾ ബലം പ്രയോഗിക്കുകയോ ഒന്നും ചെയ്യരുത്, താങ്കൾക്കെതിരെ പുതിയ പരാതി ഉണ്ട്, അതിൽ തന്നെ കൃത്യമായ തെളിവുകളുണ്ട്, കസ്റ്റഡിയിൽ എടുത്തേ മതിയാകൂ, താങ്കൾ ഒരു MLA ആണ്, ബലം പ്രയോഗിക്കരുത് എന്ന് പറയുന്നു. അതിനുശേഷമാണ് പിന്നീട് രാഹുൽ ഉള്ളിൽ നിന്നും പുറത്തിറങ്ങുന്നതും രാഹുലിനെ കസ്റ്റഡിയിലെടുത്ത് ഈ അന്വേഷണ സംഘം 12:30 കൂടി ഇവിടെ നിന്നും കൊണ്ടുപോകുന്നതും പിന്നീട് നേരെ പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോകുന്നു. എന്തായാലും രാഹുലിനെ വീണ്ടും പാലക്കാട് സജീവമായി ഇറക്കാം. ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം രാഹുൽ തന്നെ സ്ഥാനാർത്ഥിയാകട്ടെ എന്നൊക്കെ പാലക്കാട്ടെ ഒരു വിഭാഗം കോൺഗ്രസുകാർക്ക് ഒരു അഭിപ്രായമുണ്ടായിരുന്നു. അതിനെതിരെ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിലാണ് രാഹുലിന് കുരുക്കായി പുതിയ കേസ് കൂടി വരുന്നത്. എന്തായാലും അതീവ രഹസ്യമായി നടന്നതുകൊണ്ട് തന്നെ രാഹുലിന് നേരത്തെ ഒളിവിൽ പോവാനോ അല്ലെങ്കിൽ ഒളിവിൽ ഇരുന്നു കൊണ്ട് ഒരു മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കാനോ ഒന്നും സാധിച്ചില്ല എന്നതാണ് സാഹചര്യം. നേരത്തെ ഈ നവംബർ 29-നാണ് ആദ്യ പരാതി വരുന്നത്. അന്ന് രാഹുൽ ഈ പ്രചരണ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ പെട്ടെന്നാണ് പാലക്കാട് നിന്നും അപ്രത്യക്ഷനാവുന്നതും 2 ആഴ്ചയോളം ഒളിവിൽ തുടരുന്നതും ഒളിവിലിരിക്കവേ കോടതിയെ സമീപിക്കുന്നതും. ഇതെന്തായാലും രഹസ്യ നീക്കമായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു നീക്കത്തിനും രാഹുലിന് സാധിച്ചില്ല. പഴുതടച്ചുള്ള ഒരു അന്വേഷണം, ഒരു നീക്കം, അതാണ് ഇന്ന് SITയുടെ ഭാഗത്ത് നിന്നും കണ്ടത്. പ്രജിൻ, ശരി. ആശുത്തിൽ ഷംന, ഒപ്പം ഷിജോ കുര്യൻ എന്നിവരാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.